നമസ്കാരം. പാരലൽ ടേണിംഗ്, സ്റ്റെപ്പ് ടേണിംഗ്, പാർട്ടിംഗ്, ഗ്രൂവിംഗ്, ചാംഫറിംഗ് പ്രാക്ടീസ് എന്നിവയെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ പഠിക്കാം. ഈ സെഷൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. സമാന്തരമായി ഹാൻഡ് ഫീഡ് രീതി ഉപയോഗിച്ച് വിവിധ ആഴത്തിലുള്ള കട്ട്സ് ഉപയോഗിച്ച് വർക്ക് തിരിക്കുക. ആവശ്യമായ വ്യാസത്തിലേക്കും നീളത്തിലേക്കും സ്റ്റെപ്പ് തിരിക്കുക. ട്രാവേഴ്സ് ഫീഡ് രീതി ഉപയോഗിച്ച് ഗ്രൂവ് ചെയ്യുക. അരികുകൾ മുറിച്ച് ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുക. പാർട്ടിംഗ് ഓഫ് ടൂൾ ശരിയായ മധ്യഭാഗത്തെ ഉയരത്തിലേക്ക് സജ്ജമാക്കുക. ഒരു വി ഗ്രൂവ് രൂപപ്പെടുത്തി ടെംപ്ലേറ്റുമായി പൊരുത്തപ്പെടുത്തുക. സമാന്തര പ്രവർത്തനത്തിൻ്റെ ചുമതല 1 കുറിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. 3 ജോ ചക്കിൽ ജോബ് പിടിക്കുക. ടൂൾ പോസ്റ്റിൽ ഫേസിംഗ് ടൂൾ സജ്ജീകരിക്കുക. വർക്ക് പീസിൻ്റെ ഒരു വശത്ത് ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. $45mm വ്യാസത്തിലേക്ക് തിരിയുന്ന പ്രവർത്തനം നടത്തുക. മൊത്തം 80mm നീളത്തിൽ മറ്റേ അറ്റം ഫേസ് ചെയ്യുക. മുകളിലുള്ള ജോലിക്രമം പിന്തുടർന്ന് 45mm വ്യാസവും 80mm നീളവുമുള്ള 3 വർക്ക് പീസുകൾ തയ്യാറാക്കുക. സ്റ്റെപ്പ് ടേണിംഗ് ടാസ്ക് 2 കുറിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ എന്നതൊരു തരം ടേണിംഗ് ഓപ്പറേഷനാണ്. അതിൽ വർക്ക് പീസിൻ്റെ ഉപരിതലത്തിൽ ഘട്ടങ്ങളുടെ ഒരു ശ്രേണി സൃഷ്ടിക്കപ്പെടുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വലിപ്പം പരിശോധിച്ച് വർക്ക് പീസിൻ്റെ അളവ് 45mm നീളം 80mm ആയിരിക്കണമെന്ന് ഉറപ്പാക്കുക. വർക്കിൻ്റെ ആകെ ദൈർഘ്യം 75mm ആയിരിക്കണം എന്ന തരത്തിൽ ഇരുവശത്തും ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. മുഴുവൻ നീളത്തിലും വർക്ക് പീസ് വ്യാസം 42mm ആയി കുറയ്ക്കാൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ഏകദേശം 45mm പുറത്ത് സൂക്ഷിക്കുന്ന തരത്തിൽ 3 ജോ ചക്കിൽ ഒരു ജോബ് പിടിക്കുക. ടേണിംഗ് ടൂൾ ഉപയോഗിച്ച് ഫ്രീ അറ്റത്ത് നിന്ന് 35mm നീളം അടയാളപ്പെടുത്തുക. ടൂൾ പോസ്റ്റിൽ ടേണിംഗ് ടൂൾ സജ്ജമാക്കുക. വർക്ക് പീസിൻ്റെ വ്യാസം 35mm ആയി 30mm കുറയുന്നതുവരെ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. അതിനാൽ മുകളിലുള്ള ഈ പ്രവർത്തനം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റെപ്പ് വർക്ക് പീസ് ഉണ്ടാക്കുന്നു. ടാസ്ക് 3 ഗ്രൂവിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. അസംസ്കൃത വസ്തുക്കളുടെ വലിപ്പം പരിശോധിച്ച് വർക്ക് പീസിൻ്റെ അളവ് 45mm 80mm ആയിരിക്കണമെന്ന് ഉറപ്പാക്കുക. വർക്കിൻ്റെ ആകെ ദൈർഘ്യം 75mm ആയിരിക്കണം എന്ന തരത്തിൽ ഇരുവശത്തും ഫേസിംഗ് ഓപ്പറേഷൻ നടത്തുക. മുഴുവൻ നീളത്തിലും വർക്ക് പീസ് വ്യാസം 42mm ആയി കുറയ്ക്കാൻ ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. ഡയഗ്രാം അനുസരിച്ച് 42mm വ്യാസം, 40mm നീളവും 30mm വ്യാസവും 35mm നീളവും ഉള്ള ഒരു ഘട്ടം ലഭിക്കുന്നതിന് സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ നടത്തുക. 30mm വ്യാസമുള്ള ഭാഗത്ത് നിന്ന് വി ടൂൾ ഉപയോഗിച്ച് 6mm, 11mm, 18mm, 23mm, 30mm അകലത്തിൽ
ഒരു റെഫറൻസ് ലൈൻ അടയാളപ്പെടുത്തുക. ചതുരാകൃതിയിലുള്ള ടൂൾ ശരിയായ മധ്യഭാഗത്തെ ഉയരത്തിലേക്ക് സജ്ജീകരിച്ച് അത് കർശനമായി പിടിക്കുക. അവസാന മുഖത്ത് നിന്ന് 30 മില്ലിമീറ്ററിൽ 2.5 mm ആഴം ഇൻറ്റു 5 mm വീതിയുള്ള ഒരു ചതുരാകൃതിയിലുള്ള ഗ്രൂവ് ഉണ്ടാക്കുക. റേഡിയസ് ടൂൾ ശരിയായ മധ്യഭാഗത്ത് ഉയരത്തിലേക്ക് സജ്ജീകരിച്ച് അത് ശക്തമായി പിടിക്കുക. എൻ ഫേസിൽ നിന്ന് 18 മില്ലിമീറ്ററിൽ 2.5 mm ആഴം ഇൻറ്റു 5 mm വീതിയുള്ള ഒരു റേഡിയസ് ഗ്രൂവ് ഉണ്ടാക്കുക. 32 ഡിഗ്രി വി ഗ്രൂവ് ടൂൾ ശരിയായ മധ്യഭാഗത്ത് ഉയരത്തിലേക്ക് സജ്ജീകരിച്ച് ശക്തമായി പിടിക്കുക. അവസാന മുഖത്ത് നിന്ന് 6 മില്ലിമീറ്ററിൽ 5 mm വീതിയിൽ 32 ഡിഗ്രി വി ഗ്രൂവ് രൂപപ്പെടുത്തുന്നതിന് വി ഗ്രൂവ് ടൂൾ പ്ലഞ്ച് ചെയ്യുക. ബറുകൾ നീക്കം ചെയ്യുക. 32 ഡിഗ്രി ടെംപ്ലേറ്റ് ഉപയോഗിച്ച് അളവുകളും രൂപപ്പെട്ട ഗ്രൂവും പരിശോധിക്കുക. ഇനി നമുക്ക് പാർട്ടിംഗ് ഓഫ് ഓപ്പറേഷൻ പഠിക്കാം. ടാസ്ക് 4ന്റെ പൂർത്തിയായ വർക്ക് പീസ് ഒരു ചക്കിൽ മിനിമം ഓവർ ഹാങ്ങോടെ പിടിക്കുക. ടൂൾ പോസ്റ്റിൽ പാർട്ടിംഗ് ടൂൾ സജ്ജീകരിച്ച് ആവശ്യമായ സ്പിൻഡിൽ സ്പീഡ് തിരഞ്ഞെടുക്കുക. പാർട്ടിംഗ് ടൂളിൻ്റെ ടിപ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ട വർക്ക് പീസിൻ്റെ നീളം അടയാളപ്പെടുത്തുക. ഭാഗം വിച്ഛേദിക്കപ്പെടുന്നതുവരെ വർക്ക് പീസിലേക്ക് ഒരു ഉപകരണത്തിൻ്റെ ഫീഡിലേക്ക് തുടരുക. ലേത്തിൽ ഷാംഫറിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ടൂൾ മൗണ്ട് ചെയ്ത് മധ്യഭാഗത്ത് ഉയരം ശരിയായി സജ്ജമാക്കുക. വേഗത സജ്ജമാക്കുക. കാരിയേജ് ലോക്ക് ചെയ്യുക. ക്രോസ് സ്ലൈഡ് നീക്കി ആവശ്യമായ വലുപ്പത്തിലേക്ക് ടൂൾ പ്ലഞ്ച് ചെയ്യുക. 42 mm വ്യാസമുള്ള ഘട്ടം 3x45 ഡിഗ്രിയിലേക്ക് മാറ്റുക. ജോലി തിരിച്ചുവിട്ട് അത് പുനഃസജ്ജമാക്കുക. mm വ്യാസമുള്ള സ്റ്റെപ്പ് 2x45 ഡിഗ്രിയിലേക്ക് മാറ്റുക. ജോലി നീക്കം ചെയ്ത് അളവുകൾ പരിശോധിക്കുക. നീണ്ടു നിൽക്കുന്ന നീളം കൂടുതലാണെങ്കിൽ കേന്ദ്രത്തിൽ സപ്പോർട്ട് നൽകുക. ടൂൾ ലേത്ത് ആക്സിസിന് ലംബമാണെന്ന് ഉറപ്പാക്കുക. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ പഠിച്ചു. വിവിധ ആഴത്തിലുള്ള കട്ടിൻ്റെ കൂടെ ഹാൻഡ് ഫീഡ് മെത്തേഡ് ഉപയോഗിച്ച് സമാന്തരമായി വർക്ക് ചെയ്യുക. ആവശ്യമായ വ്യാസത്തിലേക്കും നീളത്തിലേക്കും ഘട്ടം തിരിക്കുക. ട്രാവേഴ്സ് ഫീഡ് രീതി ഉപയോഗിച്ച് ഗ്രൂവ് ചെയ്യുക. അരികുകൾ മുറിച്ച് ഒരു പ്രൊട്ടക്ടർ ഉപയോഗിച്ച് പരിശോധിക്കുക. മെഷീനിലെ പാർട്ടിംഗ് ഓഫ് ടൂൾ ശരിയായ മധ്യഭാഗത്ത് ഉയരത്തിലേക്ക് സജ്ജമാക്കുക. ഒരു വി ഗ്രൂവ് രൂപപ്പെടുത്തി ടെംപ്ലേറ്റുമായി പൊരുത്തപ്പെടുത്തുക. പാരലൽ ടേണിംഗ്, സ്റ്റെപ്പ് ടേണിംഗ്, പാർട്ടിംഗ്, ഗ്രൂവിംഗ്, ചാംഫറിംഗ് പ്രാക്ടീസ് എന്നിവയെക്കുറിച്ചാണ് ഈ സെഷനിൽ ചർച്ച ചെയ്തത്. ആശയങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ കാണാം.